ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി. ഇന്ന് മോളുടെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയാലോ. വീടിൻ്റെ അടുത്ത് സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ച ദിവസം വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുക. അവിടെ തുണിത്തരങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ മാർക്കറ്റിലുള്ളത്. ഈ ഞായറാഴ്ച പോയ സമയത്ത് എനിക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കെട്ടിന് 20 രൂപ. അതേപോലെ തന്നെ ഞാനൊരു കുമ്പളങ്ങയും കൂടെ വാങ്ങിച്ചു, നടയും കുമ്പളങ്ങ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ഉച്ചക്ക് കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ചീര വെച്ചിട്ട് ഞാൻ ചീര ഉപ്പേരി, അതായത് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ കുമ്പളങ്ങ കൊണ്ട് ഒരു മോര് കറിയും കൂടെ ഉണ്ടാക്കാം. ഈ സൺഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ ഞായറാഴ്ച പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. ചീര കഴുകാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഒരു കൈയും കൂടെ കാണാൻ പറ്റും. അത് എൻ്റെ മോളുടെ കൈയാണ്. അവളെന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ചീര ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ചീരയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ തേങ്ങയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം. തേങ്ങയുടെ പൈസയൊക്കെ ഇപ്പോൾ കൂടി വരിക ചെയ്യുന്നത്. ഇവിടെയൊക്കെ നല്ല പൈസയാണ് തേങ്ങക്ക്. അതുകൊണ്ട് ഞാൻ തേങ്ങയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. അങ്ങനെ ചീരയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇത് ഫുള്ള് നമുക്ക് ഇന്ന് ആവശ്യമില്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. നാളെ ആണെങ്കിലും നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടത് മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറവുണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് വെച്ച ചീരയും കൂടെ ഇട്ടു. ഇപ്പോൾ ഇതിൽ നിറയെ കാണുന്നുണ്ടെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അത് കുറഞ്ഞ് വന്നോളും. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചാൽ അത് വെന്ത് വന്നോളും. ഇന്ന് മോളുടെ പല്ല് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് അവൾക്ക് ഐസ്ക്രീമും കൂടെ കൊണ്ടുവന്നു. അയ്യോ കുറച്ചറിഞ്ഞു പോലെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഇങ്ങനെ പല്ല് പൊടിഞ്ഞ ഐസ്ക്രീം ഇട്ടിരുന്ന. ഇന്ന് അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് പല്ല് പൊരിച്ചിട്ടുണ്ടായത്. ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇതാ എൻ്റെ പല്ല് പൊരിഞ്ഞു എന്നിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ഒറ്റയ്ക്ക് പൊരിച്ചതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. അപ്പം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഞാനത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഈ ഒരു അടുപ്പത്ത് കാണുന്നത് ചീരയാണ്. ചീര കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ വറ്റിച്ചെടുക്കുവാണ്. കുമ്പളങ്ങ അടുപ്പത്തുനിന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും പിന്നെ പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുമ്പളങ്ങ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു അരപ്പ് ചേർക്കുവാണ്. ആ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കയ്യിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് അതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് ഞാനിനി അതിലേക്ക് മോരൊഴിക്കുവാണ്. മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കാൻ പാടില്ല. അങ്ങനെ മോര് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഉണക്കമുളക് വേണമെങ്കിൽ ഇടാം, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന്
കടുക് പൊട്ടി വന്നിട്ടപ്പോൾ ഞാനത് ഈ കറിയിലേക്ക് എടുത്തൊഴിച്ചു. ഞാൻ നേരത്തെ ചീരയിൽ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ നന്നായി ചീരേൻ്റെ കൂടെ ഇളക്കി യോജിപ്പിച്ചു. അങ്ങനെ ചീര വറവും റെഡിയായി. ഇത് ചോപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇതെന്ന് വെച്ചാൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, സോയാബീനില്ലേ, ഈ സോയാബീൻ്റെ ഒരു സംഭവം തന്നെയാണ് ഇതും. ഇതിൽ മസാലയൊക്കെ തേച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. കാണുമ്പോൾ ഒരു വല്ലാതെ പോലെ ഉണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുത്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോറ് വിളമ്പാം. ഞാനിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് സോനാ മസൂരി എന്ന് പറഞ്ഞ അരിയാണ് ഉപയോഗിക്കുന്നത്. നല്ല അരിയാണത്. അപ്പോൾ ഏട്ടനൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ് ആ ഒരു ചോറ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ചോറ്. നമ്മുടെ നാട്ടിലെ കുറുവ അരി പോലെയൊന്നുമല്ല, പെട്ടെന്ന് വേവുന്ന അരിയാണത്. അപ്പോൾ അതിൽ ഞാൻ ചോറ് വിളമ്പി പിന്നെ സൈഡിൽ ഞാൻ ചീര വറവും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മോര് കറിയും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ചോപ്സ്റ്റിക്കും കൂടെ ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴയാണ് ഇവിടെ. ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് തിരിച്ചുപോയി. ഇനി വൈകുന്നേരം വരും. ഏട്ടൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ മിൽക്കി ബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡയറി മിൽക്കിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എനിക്ക് മിൽക്കി ബാറാണ്. വൈറ്റ് ചോക്ലേറ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളും അതിൻ്റെ ഇടയിൽ വന്നിട്ട് കഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവൾ ഗ്യാസ് മിഠായി കഴിക്കുവാണ്. മറ്റേ കാറ്റു മിഠായി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു മിഠായി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ വെച്ചു. ഏട്ടൻ ഓഫീസിൽ നിന്നൊക്കെ വന്നു. ഏട്ടൻ വരുമ്പോൾ മോമോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് ചിക്കൻ മോമോസ്. പിന്നെ ഒരു വെജ് റോളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോമോസൊക്കെ പാത്രത്തിൽ എടുത്ത് വെച്ച് ചട്നിയൊക്കെ ഒഴിച്ച് നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് വെജ് റോള്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വന്നിട്ട് ചൗമീൻ, ക്യാരറ്റ്, ഉള്ളി, പിന്നെ ക്യാബേജ്, അതൊക്കെയാണ് ഇതിൽ ഫില്ലിങ് വന്നിട്ടുള്ളത്. പിന്നെ പനീർ, അതൊക്കെയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ചായയൊക്കെ കുടിച്ച് തീർക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ.